പെരിയാറിൽ രാസമാലിന്യം കലർന്നിരുന്നു എന്നതാണ് പ്രധാന തർക്ക വിഷയം. അങ്ങനെ ഉണ്ടായിട്ടില്ല എന്നാണ് PCBയുടെ റിപ്പോർട്ട്. ഓക്സിജന്റെ അളവ് കുറഞ്ഞതാണ് മത്സ്യക്കുരുതിക്ക് കാരണമായത്. രാസമാലിന്യം കലർന്നാൽ pH വാല്യൂവിൽ വ്യത്യാസമുണ്ടാകണം. അതുണ്ടായിട്ടില്ല എന്നാണ് വാദം. ഇനി എങ്ങനെ മത്സ്യം ചത്തുപൊങ്ങിയെന്ന് ചോദിച്ചാൽ PCBയുടെ മറുപടി ഇതാണ്. ഏലൂരിലെ ഷട്ടർ തുറക്കുന്നതിന് മണിക്കൂറുകൾക്ക് മുൻപ് വെട്ടുകടവിൽ നടത്തിയ പരിശോധനയിൽ ഓക്സിജൻ ലെവൽ 6.8 ആണ്. വൈകിട്ട് 3 മണിക്കാണ് ഇറിഗേഷൻ വകുപ്പ് 3 ഷട്ടറുകൾ ഒന്നിച്ചു തുറന്നത്. ഇതിനുശേഷം നടത്തിയ പരിശോധനയിൽ ഓക്സിജൻ ലെവൽ 2.1 കുത്തനെ കുറഞ്ഞു. വെള്ളത്തിലെ DO ലെവൽ 4 ആണ് വേണ്ടത്. കൂടുതൽ ഭാഗത്ത് മീൻ ചത്തുപൊങ്ങാനുണ്ടായ സാഹചര്യവും PCB റിപ്പോർട്ടിലുണ്ട്. ഷട്ടർ തുറന്നപ്പോൾ വേലിയേറ്റമായിരുന്നു. ഇതോടെ കടലിലേക്കുള്ള ഒഴുക്ക് തടസ്സപ്പെട്ടു. ഏലൂർ ഫെറി വെട്ടുകടവ് ഭാഗത്ത് തന്നെ വെള്ളം കെട്ടിയിരുന്നു. വേലിയിറക്കമായപ്പോൾ ഇവിടെ നിന്ന് വെള്ളം പെട്ടെന്ന് കടലിലേക്ക് വലിഞ്ഞു. അങ്ങനെയാണ് മുളവുകാട് ബോൾഗാട്ടി ഭാഗത്തും മീൻ ചത്തുപൊങ്ങിയത്. ഷട്ടറുകൾ ഒന്നിച്ചു തുറന്നപ്പോൾ കെട്ടിനിന്ന ജൈവമാലിന്യം ഒഴുകിയെത്തിയതാണ് മത്സ്യസമ്പത്ത് നശിപ്പിച്ചതെന്നാണ് PCB റിപ്പോർട്ടിന്റെ കാതൽ. പക്ഷേ ഇറിഗേഷൻ വകുപ്പ് ഈ വാദങ്ങളെയൊക്കെ തന്നെ തള്ളുകയാണ്. സാധാരണ എക്കാലവും ചെയ്യുന്നത് പോലെയാണ് അവർ ഷട്ടർ തുറന്നത് എന്നതാണ് അവരുടെ നിലപാട്. തദ്ദേശഭരണ സ്ഥാപനങ്ങളെ അത് അറിയിക്കുകയും ചെയ്തു. ഇനി കുഫോസിന്റെ കണ്ടെത്തൽ ആരെ തുണയ്ക്കുമെന്നതാണ് അറിയാനുള്ളത്. ചത്തുപൊങ്ങിയ മീനടക്കം അവർ പരിശോധിച്ചിട്ടുണ്ട്. മത്സ്യക്കുരുതിയിലെ ജില്ലാ ഭരണകൂടത്തിന്റെ അന്വേഷണ റിപ്പോർട്ട് സബ് കളക്ടർ ഉടൻ ജില്ലാ കളക്ടർക്ക് കൈമാറും. ഇതിനിടെ 7 ലക്ഷത്തോളം രൂപയുടെ മത്സ്യം നഷ്ടപ്പെട്ട സ്റ്റാൻലി ഡിസിൽവ എന്ന കർഷകന്റെ പരാതിയിൽ ഏലൂർ പോലീസ് സംഭവത്തിൽ കേസെടുത്തിട്ടുണ്ട്. ബിനിൽ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.